ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫാരീസ് അമ്മ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ അല്ലേ എന്ന്. അല്ല, ഇത് ഉണ്ണിയപ്പമല്ല. ഇത് ഉണ്ണിയപ്പമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അതെ, ഇത് ഉണ്ണിയപ്പമല്ല. ഇതാണ് കേക്ക്. എന്ത് കേക്കാണെന്നല്ലേ, ഇതാണ് ചോക്ലേറ്റ് ലാവ കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്ത് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ അതിൽ ഞാനൊരു 3/4 ഓളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഈ കൊക്കോ പൗഡർ നമുക്ക് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാനിന്ന് നമ്മളെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു 2-3 സ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് ഫുൾ ഫില്ലാവും. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാനിന്ന് നമ്മളെ കേക്ക് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അതും ഒരു ചെറിയ സ്പൂണിൽ ഒരു അര മതിയായിരിക്കും. പിന്നെ കുറച്ച് സോഡാപ്പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര, ആദ്യം പൊടിച്ചായിരുന്നല്ലോ, ആ പഞ്ചസാരയും കൂടെ നമുക്ക് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂന്നും കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി അതൊക്കെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത്, നമുക്ക് എണ്ണ ചേർക്കണം. അത് സൺഫ്ലവർ ഓയിലാണ്. അത് ഞാൻ ആ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് എണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ പാല്, ഇത് നോർമൽ പാലല്ല, കുറച്ച് ചൂടുള്ള പാലാണ്. ഒരു അര ഗ്ലാസ് പാലുള്ള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ടയൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണത്. ലാവ കേക്ക് എന്ന് പറയും. അപ്പം ലാവ കേക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട ചോക്ലേറ്റ് ലാവ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ടാണ്. ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് നമുക്കതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം. ആ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ചായിട്ടൊന്ന് ബട്ടർ അല്ലെങ്കിൽ എണ്ണ, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് അതിലോട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പം ഓൺ ചെയ്തിട്ടില്ല, സ്റ്റൗ ഓൺ ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ ബാറ്റർ ഈ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ അത് എല്ലാത്തിലോട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. എല്ലാം നമുക്ക് അതിലോട്ട് ഫില്ല് ചെയ്യാം. നമ്മളെ ചോക്ലേറ്റ് ലാവ കേക്കിൻ്റെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ആ ചോക്ലേറ്റ് നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്റർ തന്നെ നമ്മൾ മുകളിലോട്ടൊന്ന് ഒഴിച്ച് ഫില്ലാക്കി കൊടുക്കും. ഒരുപാട് അങ്ങോട്ട് നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇതൊന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനല്ല, അങ്ങോട്ടൊന്നും മുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാം അതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്ത് ഒരു 3 മിനിറ്റ്സ് ഓളം നമുക്കിത് എടുക്കും. അപ്പോഴത്തേക്കും അതൊന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതൊന്ന് വലിപ്പമൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി തുടങ്ങിയിട്ടുണ്ട്. കാര്യം കുറച്ച് നമ്മൾ നിറച്ചാണല്ലോ ഒഴിച്ചത്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ഫസ്റ്റ് ബാച്ച് മൊത്തം കരിഞ്ഞു ഗൈസ്. എൻ്റെ ലാവ കേക്ക് എല്ലാം കരിഞ്ഞു പോയി. ഇതെൻ്റെ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ സെക്കൻഡ് ബാച്ചിൽ ഞാൻ അടുപ്പൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ചേഞ്ച് ആക്കിയതിന് ശേഷം ഞാൻ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ എന്തായാലും കരിഞ്ഞിട്ടില്ല. കരിയാതെ തന്നെ നമുക്കത് എല്ലാം പതുക്കെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം.
ഈ സമയത്ത് വേണേൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കളർ ചേഞ്ച് കണ്ടിട്ട് നിങ്ങൾ കരിഞ്ഞെന്ന് വിചാരിക്കേണ്ട. അതാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിലാണ് ചെയ്തതുകൊണ്ടാണ് ആ കളറ് കുറച്ച് നല്ല ബ്ലാക്കായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സ്മൂത്താണ്. നല്ല ചോക്ലേറ്റൊക്കെ ഇങ്ങനെ വന്നിരിപ്പുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്കൊരു സ്നാക്കായിട്ടും നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.